നമ്മുടെ ഒരു സീരിയൽ രംഗത്തുള്ള ക്യാരക്ടറുകൾ, അതായത് പിന്നെ പലപ്പോഴും ഞാൻ സീരിയൽ കണ്ട സാഹചര്യങ്ങളിലൊക്കെ തോന്നിയിട്ടുള്ളത് ഓവർ എക്സൈറ്റ്മെന്റ്, മ്യൂസിക്കൊക്കെ തന്നെ ടെൻഷൻ നമ്മൾക്ക് കൂടുതൽ തരുന്നൊരവസ്ഥ, അങ്ങനെ നമ്മളെ വല്ലാതെ അതിൽ തന്നെ പിരിമുറുക്കുണ്ടാക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് സീരിയലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓക്കെ. പക്ഷെ കോമഡിയിൽ പോലും അത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ നല്ല കഥാപാത്രങ്ങൾ, മനുഷ്യരിൽ എല്ലാവരിലും നന്മ, ഉള്ളിൽ നന്മയുള്ള രീതിയിലാണ് അളിയൻസിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഏതൊരു മാസ്റ്റർ ബ്രെയിൻ അതിന്റെ പിറകിൽ വളരെ സജീവമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടറുകൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഡയറക്ടർ ഇപ്പൊ രാജേഷ് തലച്ചിറ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു സാർ ഇങ്ങനൊരു തലച്ചിറ എന്ന് പറയുമ്പോൾ തല എന്നാണ് എല്ലാരും പറയുന്നത്. അത് ആ തലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത്. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിറ്റിലൂടെ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കിറ്റ് ചെയ്തിട്ട് വന്ന ആളാണ്. ഞാനൊരു സീരിയൽ ചെയ്തിട്ടില്ല, മെഗാ സീരിയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ MA ഭരതനാട്യമാണ്. അപ്പോൾ എനിക്ക് ഡാൻസിൻ്റെ മാത്രം, പിന്നെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഈ സ്കിറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല എക്സ്പ്രഷൻ, നമ്മൾ സ്റ്റേജിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എക്സ്പ്രഷൻ കൂടുതൽ കാണിച്ചാൽ മാത്രമേ ഈ ഓഡിയൻസിലേക്ക് എത്തത്തുള്ളൂ. അപ്പം നമ്മുടെ എക്സ്പ്രഷനൊക്കെ അതിനനുസരിച്ച് കരച്ചിലാണെങ്കിലും ചിരിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ അത് മെഗാ സീരിയൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുമായിട്ട് ബാലൻസ് ആയി പോകുമായിരിക്കും. പക്ഷെ അളിയൻസിൽ അങ്ങനെ സ്കിറ്റ് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പല സമയത്തും ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ ചിലപ്പം കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ ആ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഒരു ക്ലീറ്റോ വന്ന് പറയും, അന്ന് ജമന്തിയാണ്, അമൃതയിലായിരുന്നപ്പോൾ നമ്മൾ ക്യാരക്ടറിൻ്റെ പേര് വേറെയായിരുന്നു. അപ്പോൾ ജമന്തിയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം രാജ് സാർ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞ് ഏത് ബാലെ ട്രൂപ്പിലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അയ്യോ അത്ര ഓവറായിരുന്ന. അപ്പൊ സാറിന്റെ ഒരു പറയുന്നത് അത്രയും വേണ്ട. ഇപ്പൊ ഒരാൾ വരുമ്പോ നിങ്ങൾ എങ്ങനെയാ വീട്ടിൽ ചിരിക്കുന്ന, വന്നാ അത് മതി, അല്ലാതെ അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ സാറ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്താണ് നമ്മളെ ഇങ്ങനെ ആക്കുന്നത്. അതിപ്പം എന്നെ മാത്രമല്ല, ഇപ്പം മഞ്ജു ചേച്ചി ആണെങ്കിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും തലേ ദിവസം സ്കിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ ഫസ്റ്റ് ടേക്ക് എടുക്കുമ്പം ചിലപ്പോൾ ആ സ്കിറ്റിൻ്റെ ആ ഒരു ഇതിൽ ആയിരിക്കും മൈൻഡൊക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വന്ന് കയറിയിട്ട് എന്തെങ്കിലും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇന്നലത്തെ സ്കിറ്റിൻ്റെ കട്ടയൊക്കെ അവിടെ ആ വഴിയിൽ അവിടെ കൊണ്ടിട്ടിട്ട് ഒന്നും കൂടെ വാ, രണ്ടാമതെടുക്കും. അപ്പോഴായിരിക്കും അയ്യോ ഭയങ്കര ഓവറായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം അത് എന്നെ മാത്രമല്ല മഞ്ചേച്ചി എടുത്തു അങ്ങനെ രീതിയിൽ രാജ് സാർ അങ്ങനെ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ലെവലിൽ എത്തിയെന്ന് തോന്നുന്നു സീരിയൽ.